ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ഇതുപോലുള്ള ഷേപ്പ് കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഷേപ്പ് എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ലെൻസ് ഹുഡുകൾ. ഇത് സിലിണ്ടറിക്കൽ ടൈപ്പ് ലെൻസ് ഹുഡും ഇത് ഫ്ലവർ ടൈപ്പ് ലെൻസ് ഹുഡും. ഇത് രണ്ടും എന്തിനാണ് ക്യാമറയിൽ ഉപയോഗിക്കുന്നത്? ഇത് ക്യാമറയിൽ കേവലം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണോ? അല്ല, ഇതിന് കൃത്യമായിട്ടുള്ള ഉപയോഗം ഫോട്ടോഗ്രാഫിയിലുണ്ട്. നമ്മൾ പകൽ സമയത്ത് നല്ല ലൈറ്റുള്ള സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ ചില സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ നോക്കും. ഇതെന്തിനാ ഇങ്ങനെ വെച്ച് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആംഗിളിൽ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതേപോലത്തെ ഒരു പ്രശ്നം ഫോട്ടോഗ്രാഫിയിലുണ്ട്. ചില പർട്ടിക്കുലർ ആംഗിളിൽ വരുന്ന ലൈറ്റ് ലെൻസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്ലെയർ എഫക്റ്റ് ക്രിയേറ്റ് ആവും. ആ ഗ്ലെയർ എഫക്റ്റ് ക്രിയേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെൻസ് ഹുഡ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് രീതിയിലുള്ള ലെൻസ് ഹുഡുകളാണുള്ളത്. ഈ സിലിണ്ടറിക്കൽ ടൈപ്പ് ലെൻസ് ഹുഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ നീളം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് വളരെ വൈഡ് ആയിട്ടുള്ള ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ വൈഡ് ആംഗിൾ ലെൻസിൽ ഇതിൻ്റെ ചെറിയൊരു ഭാഗം വരും. ആ സമയത്ത് ഒരു വിഗ്നറ്റ് എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ആവും. ഇതിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് രണ്ടും ഇത് കുറച്ചും കൂടി ഭംഗി കൂടിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ അത് പ്രിഫർ ചെയ്യും. അതുപോലെ തന്നെ ഇത് ലെൻസിന് ഫ്രണ്ട് ഏജിന് ഒരു പ്രൊട്ടക്ഷനുമാണ്. ഇപ്പോൾ ലെൻസ് എവിടെയെങ്കിലും പോയി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലെൻസ് ഹുഡ് ഉള്ളതുകൊണ്ട് ലെൻസിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ടച്ച് ആവുന്നില്ല. പ്രൈമറി ആയിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ലൈറ്റിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേവലം ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കുന്ന ഒന്നല്ല.